ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് മാവ് കൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്കായി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഗോതമ്പ് മാവ് കൊണ്ട് ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഈ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒരു ബാജി കറിയും കൂടി ഞാൻ ഇതിലേക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ബാജിക്കറിയും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് മൊത്തവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അടുത്ത 1 കപ്പും കൂടി നമുക്ക് എടുക്കാം. അതിൻ്റെ 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ അതാ കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് കുറച്ച് കട്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത കപ്പിൽ നിന്നും 1/4 ഭാഗം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ വളരെ തിക്കുമല്ല വളരെ ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ആ തേങ്ങയൊന്നും അരഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് വെന്ത് കിട്ടുമ്പോൾ നമുക്കിത് കടിക്കാൻ കിട്ടണം തേങ്ങയൊക്കെ. ആ വിധത്തിൽ വേണം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ മാവ് മൊത്തം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിരുന്ന ബൗളിൽ കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് ഒന്ന് അടച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ആ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ തേങ്ങയൊക്കെ അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതൊരു 4 മണിക്കൂർ പുളിക്കാൻ വയ്ക്കുകയോ ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വയ്ക്കുകയോ ചെയ്യുക. ഞാൻ എന്തായാലും തലേദിവസം രാത്രി 8 മണിക്ക് ഇത് ആട്ടി വെച്ചിട്ട് പിറ്റേന്നാണ് എടുക്കുന്നത്. ഒരു ഓവർനൈറ്റ് ഇതൊന്ന് പുളിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുളിക്കാൻ വെച്ച മാവ് അടപ്പ് തുറന്ന് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് സ്പൂണിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് 2.5 ടേബിൾ സ്പൂൺ റവ എന്ന കണക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ റവയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ റവ വെള്ളം ഒന്ന് പിടിച്ചെടുക്കും. അപ്പോൾ മാവ് ഇത്തിരി കൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണമേ. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ തിക്കുമല്ല, വളരെ അങ്ങ് ലൂസുമല്ലാത്ത രീതിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ദോശക്കല്ല് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കല്ല് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു സ്പൂണിന് ഒരു സ്പൂണ് മാവ് നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ നല്ല ഹോള് വീഴും കേട്ടോ. ഇതിൽ നിറയെ ഹോള് വീഴുന്നത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ട്രൈ ആവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. നിറയെ ഹോളുകൾ വീണിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിന്ന് കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം. കണ്ടില്ലേ, ഇതേപോലെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്കിതുപോലെ തന്നെ വേവിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിനോട് നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ട്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. മേൽഭാഗം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം മൊത്തം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി ബാജിക്കറിയും കൂടി ഇതിലേക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാജിക്കറി തയ്യാറാക്കി എടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബാജിക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബാജിക്കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് പൊട്ടാറ്റോ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നമുക്ക് നെടുകെ കീറിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബൗള് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കിഴങ്ങൊന്ന് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കണം.
ഇപ്പോൾ ഇതാ മൊത്തം ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കുഴിയുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഇട്ട സവാളയുടെ പകുതി സവാള അത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ചത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ട് അവിടെ എവിടെയായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി തിള വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബാജിക്കറിയും ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബാജിക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.